നേരം ഞാനിവിടെ കാത്തു നിൽക്കുന്നറിയോ? അമ്പലത്തിലെ ദേവിയോട് എന്താണ് ഇത്ര പ്രാർത്ഥന? ഓ, ഉണ്ണേട്ടൻ പിണക്കല്ലേ? അച്ഛന്റെ അമ്മയുടെ ആണ്ടിൽ ഞാൻ പങ്കെടുത്തില്ല, എന്റെ വാക്കും പ്രവൃത്തി എന്നും രണ്ടാ, ഇതൊക്കെയല്ലേ കാര്യം? ഹേയ്, ആണ്ടിലും കർമ്മങ്ങളിലും ആമനെ പങ്കെടുക്കാത്തതിന് ഞാനെന്തിനാ പരാതിപ്പെടണേ? വാപ്പയും ഉമ്മയും വന്നിരുന്നു. ആമനെയും ഉമ്മർക്കയും ആ പരിസരത്ത് പോലും വന്നില്ല. സാരില്ല, വരുന്നതും വരാത്തതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. ഉണ്ണേട്ടൻ ഇത്ര ഭംഗിയായി മുള്ളു വെച്ച് സംസാരിക്കാൻ അറിയുമെന്ന് ഞാൻ കരുതിയില്ല. പോട്ടെ, പിന്നെ ഞാൻ വരാതിരുന്നത് വിശ്വസിക്കണമെന്നില്ല. എന്നാലും ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. കോളേജിൽ നിന്നും പുറത്താക്കിയ ഞങ്ങളുടെ യൂണിയൻ ചെയർപേഴ്സണെയും ജനറൽ സെക്രട്ടറിയും ഒക്കെ തിരിച്ചെടുത്ത ദിവസമായിരുന്നെന്ന്. അതിൻ്റെ ആഘോഷം ഉണ്ടായിരുന്നു. സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അതിൻ്റെ ഇടയിൽ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആണ്ട് ഓർക്കാത്തതല്ല, പക്ഷെ ആഘോഷമല്ലാതെ നീണ്ടുപോയി. അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ... സോറി ആമന, ആമൻ എപ്പോഴും എൻ്റെ കണക്കൂട്ടുകൾ തെറ്റിക്കുക. ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ വിപ്ലവമാണ് ആമനയുടെ മനസ്സിൽ. ഓർക്കുമ്പോൾ ബഹുമാനം മാത്രമല്ല, അസൂയം തോന്നാറുണ്ട്. എന്നും ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ തനിച്ച് നിൽക്കാൻ ആമനയ്ക്കാവട്ടെ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യോ? ആമനയ്ക്ക് വേണ്ടിയല്ലേ, എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാം. എന്താ? എങ്കിൽ ആമീന ആമീന എന്നുള്ള ഈ വിളി ഒന്ന് നിർത്തോ? പിന്നെ പണ്ടത്തെ പോലെ ആമീന്ന് വിളിക്കോ? ഉണ്ണേട്ടൻ ആമീനാന്ന് വിളിക്കുമ്പോ നമുക്കിടയിൽ ഒരുപാട് അകലമുള്ളതുപോലെ തോന്നുന്നു. അന്ന് ആശുപത്രിയിൽ വെച്ച് ഉണ്ണിയേട്ടൻ പെട്ടെന്ന് ആമീന്ന് വിളിച്ചപ്പോ ഞാൻ പണ്ട് ഉണ്ണിയേട്ടന്റെ കൂടെ മുറ്റത്തും തൊടിയിലും കണ്ണാടിപ്പുഴയോരത്തും പാടത്തും ഒക്കെ പാറി നടന്നിരുന്ന എട്ടും പൊട്ടും തിരിയാത്ത ആ പഴയ ആമയായി മാറി. ഒക്കെ വെറുതെ മോഹിക്കുക അല്ലേ ഉണ്ണേട്ടാ? കാരണം നമുക്കൊരിക്കലും ഇനി പഴയ ആ ആമയും ഉണ്ണിയേട്ടനും ആവാൻ പറ്റില്ല. ആരാ പറഞ്ഞു പറ്റില്ലാന്ന്? ഉണ്ണിയേട്ടന്റെ മനസ്സില് നമ്മൾ എപ്പോഴും ആ പഴയ കൂട്ടുകാരനാ.